ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ടും ഒരു കുടുംബം മുഴുവൻ കണ്ണീര് കുടിക്കുന്ന കണ്ടിട്ട് നിനക്ക് മതിയായില്ലല്ലേ? പറയടി നശിച്ചോളെ, എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന്? ഡാഡിയെ ഞങ്ങൾക്ക് പേടിയാ. എന്തിനാ എന്തിനാ പേടിക്കണേ? അറിയില്ല, എന്നാലും പേടിയാ. ഡാഡിയെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പേടിയാ. എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ നമ്മളെ ഈ മനസ്സ്? എന്നാലും വേണ്ടിയിരുന്നില്ല. ഇപ്പോ ഫലം നിരാശയായില്ലേ? അവരോടൊന്നും ജയിക്കാൻ കഴിയില്ല. ഈ നശിച്ചോൾ എന്തിനാ എങ്ങോട്ട് വരുന്നത്? വരട്ടെ, ഇവളെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇനി മതിയായില്ലല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ടും ഒരു കുടുംബം മുഴുവൻ കണ്ണീര് കുടിക്കുന്ന കണ്ടിട്ട് നിനക്ക് മതിയായില്ലല്ലേ? പറയടി നശിച്ചോളെ, എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന്? ഓഹോ, ഇനി ഇവളുടെ മരണം കൂടെ കണ്ടാലേ തൃപ്തിയാവുന്നുണ്ടോ രണ്ടാൾക്കും? ഞാൻ വന്നത് എനിക്ക് വേണ്ടിയല്ല, വേണുവിന് വേണ്ടിയാ. ഓഹോ, അവന് നേരിട്ട് വരാൻ കഴിയാത്തതുകൊണ്ട് കാമുയെ പറഞ്ഞു വിട്ടതായിരിക്കും എന്റെ മോളോട് ബന്ധം ഒഴിയണമെന്ന് പറയാൻ, അല്ലേ? നിങ്ങളൊക്കെ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് ഒറ്റ ധാരണയുള്ളൂ, അതിനോട്ട് തിരുത്താനും പോണില്ല. വേണ്ട, തിരുത്തണ്ട. എന്നെ കുറിച്ചുള്ള ധാരണകളല്ലേ, അത് നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ വേണു എന്നോടൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാടി അവൻ ഭാര്യയും മക്കളെയും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത്? എന്നെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ വേണുവിന് ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മൃദുലെ നേരിൽ കണ്ട് സംസാരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനൊന്ന് സംസാരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെങ്കിൽ എന്റെ തലേന്ന് ഒരു ശാപമെങ്കിലും ഒഴിവാവുമല്ലോ. എനിക്ക് ആരോടും സംസാരിക്കാൻ വേണ്ട, കാണുകയും വേണ്ട. ഇങ്ങനെ കരഞ്ഞു തീരാനാവും എന്റെ വിധി. അങ്ങനെ സമാധാനിച്ചോളാം. കേട്ടില്ലേ, ഇവൾക്ക് ആരെയും കാണാനും കേൾക്കാനും ഇല്ലെന്ന്. മൃദുലെ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരൊറ്റ ബന്ധം മാത്രമേ ആകാവുന്നുണ്ടോ? നിങ്ങൾ വേണുവിനെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് അയാളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അത്രയും മനസ്സിലാക്കാനേ ഞങ്ങൾ പള്ളിക്കലിയാർക്ക് പഠിത്തം പോരാ. പിന്നെ സംസ്കാരം അനുവദിക്കുന്നില്ല. മൃദുലെ, വേണുവിനെ മനസ്സിലാക്കാൻ ഇതുവരെ മൃദുലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഭാര്യയുടെ സാമീപ്യമില്ലാതെ, മക്കളുടെ സ്നേഹമില്ലാതെ, ഓരോ ദിവസവും മദ്യത്തിന്റെ ലഹരിയിലല്ലാതെ ഉറങ്ങാൻ കഴിയാതെ വീർപ്പ് മുട്ടുന്ന വേണുവിനെ എനിക്കറിയാം. പിന്നീട് ഒരിക്കൽ പശ്ചാത്താപത്താൽ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയാതെ താൻ പൊട്ടിക്കരയേണ്ടി വരും. അതുപോലൊരു ഭർത്താവിനെ കിട്ടിയതിൽ താൻ ഭാഗ്യവതിയാ. തനിക്കറിയോ, സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും മനസ്സുകൊണ്ടും വേണു പലപ്പോഴും ദൈവങ്ങൾക്ക് മുകളിലാ. ഏകപത്നിവ്രതം കൊണ്ട് ശ്രീരാമദേവന് മുകളിൽ. വിശ്വസിക്കാമെങ്കിൽ തനിക്ക് വിശ്വസിക്കാം. ആ മനസ്സ് മുഴുവൻ ഭാര്യയോടുള്ള സ്നേഹവും മക്കളോടുള്ള വാത്സല്യവും ലാളനയും ഒക്കെയാ. ഇനിയിപ്പോ ലാളിക്കാലോ. നിന്റെ വയറ്റിൽ ഒരെണ്ണം വളരെയല്ലേ, രണ്ടുപേർക്ക് ലാളിക്കാം, മാറി മാറി താലോലിക്കാം. അപ്പൊ ആ ഒരു വിഷമം മാറിക്കിട്ടും. മോളെ മായേ, നിനക്കും കൂടി വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ നിന്റെ വേണുവേട്ടനെ. മിണ്ടരുത്. നിങ്ങളുടെ കണ്ണീരും വേദനയും കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ അമ്മയോട് പോലും കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു അപേക്ഷയുള്ളൂ, ഏട്ടന് നിങ്ങളും കൂടി എങ്ങനെ വേണോ എവിടെ വേണേ പോയി ജീവിച്ചോ. ഞങ്ങളെ ശല്യം ചെയ്യരുത്, ജീവിക്കാൻ അനുവദിക്കണം. അമ്മാവ, വേണു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുടുംബത്ത് ഉള്ളു തുറന്ന് സംസാരിക്കുകയും
മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അങ്ങെന്ന് മൃദുലയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. വേണു പാവ, എനിക്ക് വേണ്ടിയാ ഈ മുഴുവൻ ദുഃഖം സഹിക്കുന്നത്. അത് ഇവരുദ്ദേശിക്കുന്ന ചീത്ത അർത്ഥത്തിലല്ല. അപ്പൊ ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ടത് വിശ്വസിക്കരുതെന്നാണോ? എന്ത് കണ്ടു എന്നാ? നീ എന്താ ഞങ്ങളെ വിസ്തരിക്കാൻ വന്നിരിക്കാണോ? കടക്കടി പുറത്ത് കയറി വന്നിരിക്കുന്നു. വേണ്ടമേ, ഇനി ഈ ശാപം കൂടി താങ്ങാൻ എനിക്ക് ശേഷിയില്ല. എന്നെ ചൊല്ലി ഒരു വഴക്കും വക്കാണോ ഒന്നും വേണ്ട. പൊയ്ക്കോട്ടെ, ഇവളുടെ വഴിക്ക് പൊയ്ക്കോട്ടെ. പിന്നെ ഒന്ന് പറയാം, ദേവി ഇത് ആരും വേണുവിന്റെ വക്കീലായി ഇനി ഇങ്ങോട്ട് പോന്നേക്കരുത്. ഞങ്ങൾ സ്വസ്ഥമായും സ്വൈര്യമായും ജീവിക്കാൻ ആഗ്രഹിക്കാം. അതിനാ മനസ്സോടെയാലെങ്കിലും ഒഴിഞ്ഞു തന്നത്. ജീവനേക്കാൾ ഉപരി സ്നേഹിച്ചിരുന്ന, ആരാധിച്ചിരുന്ന ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് അറിയുമ്പോ ഒരു പെണ്ണനുഭവിക്കുന്ന വേദന നിനക്കറിയില്ല. കണ്ണീന്ന് വരുന്നത് കണ്ണീരല്ല, ചോരയാ. അത്രയ്ക്ക് നേറിയ ജീവിക്കുന്ന കുട്ടികളോട് അച്ഛൻ മരിച്ചു പോയെന്ന് കളവ് പറയേണ്ട ഗതികേട്. എന്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെയാ മൃദുലെ ബോധ്യപ്പെടുത്തേണ്ടത്? ആരെ പിടിച്ച ഞാൻ സത്യം ചെയ്യേണ്ടത്? വേണമെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. മൃദുലെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊന്നും അല്ല സംഭവിച്ചത്. എന്റെ ഭർത്താവ് ഹരിയേട്ടനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത്, കടപ്പാടിന്റെ പുറത്ത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ പോലും നഷ്ടപ്പെട്ട് കാണാ കയത്തിലേക്ക് മുങ്ങിത്താഴ മൃദുലയുടെ വേണുവേട്ടൻ. വേണുവിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നൽകണമെന്ന് കാല് പിടിച്ചു പറയാനല്ലാതെ, യാചിക്കാനല്ലാതെ ആജ്ഞാപിക്കാൻ എനിക്കാവില്ല. അതിനുള്ള അർഹത എനിക്കില്ല. സകല ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ആവർത്തിക്കും, മൃദുലയുടെ വേണുവേട്ടൻ പാവോ. തെറ്റ് ചെയ്യാനും ഭാര്യയെ മറന്ന് മറ്റൊരു പെണ്ണിന്റെ ശരീരം മോഹിച്ചു പോവാനോ അറിയാത്ത ഒരു പഞ്ചപാവം. വെറുതെ ഇല്ലാ കഥകളുടെ പേര് പറഞ്ഞ് ആ മനുഷ്യനെ ഇനിയും ക്രൂശിക്കരുത്. മുമ്പിൽ വന്നു മോങ്ങിട്ട് കേട്ടോണ്ട് നിൽക്കാനോടി? ഇവളുടെ കർണക്കുറ്റി നോക്കി രണ്ടെണ്ണം കൊടുക്കാൻ വയ്യടി നിനക്ക്? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ തൊട്ട് സകല ദൈവങ്ങളെ സാക്ഷി നിർത്തി കുമ്പസരിക്കാൻ വന്നിരിക്കുന്നു. ദേ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ കൊണ്ട് നീ നരകയാതന അനുഭവിക്കേണ്ടി വരും. നോക്കിക്കോ. അതിനായി എനിക്ക് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലെല്ലാം നേർച്ചയും വഴിപാടും ഉണ്ട്. ദേ, ഇപ്പൊ ഇവിടെ കയറി വന്നാൽ ഞാൻ ക്ഷമിച്ചു. ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എച്ചിച്ചൂലെടുത്ത് മുഖത്തടിക്കുന്നേ. ചെയ്തതൊക്കെ പോരാഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണീര് കണ്ട് ആനന്ദിക്ക ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. രാക്ഷസി, ഇറങ്ങി പോടി. ഒരെണ്ണം കൂടി വേണേ. ഇതാ പിടിച്ചോ, കുടിച്ചോ. വേഗം കുടിക്കണം കേട്ടോ. കുടിച്ചോ. മക്കളെ, മക്കളിങ്ങ് വന്നേ.
പേടിയാ. ആരെ? ഡാഡിയെ ഞങ്ങൾക്ക് പേടിയാ. എന്തിനാ എന്തിനാ പേടിക്കണേ? അറിയില്ല, എന്നാലും പേടിയാ. ഡാഡിയെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പേടിയാ. ഡാഡി പാവല്ലേ? അല്ല, മമ്മിയാ പാവം. ഡാഡി വേറൊരു ആന്റിയെ കല്യാണം കഴിച്ചില്ലേ? പാവം, മമ്മി എന്ത് കരഞ്ഞെന്നറിയാമോ? എന്തിനാ കല്യാണം കഴിച്ചേ? അതുകൊണ്ടല്ലേ മമ്മി മരിക്കാൻ പോയത്. ഞങ്ങളുടെ ഡാഡി മരിച്ചു. സത്യ, മുത്തശ്ശിയാ പറഞ്ഞേ. കേട്ടില്ലേ അവര് പറഞ്ഞത്? അവരുടെ മനസ്സിൽ നിന്ന് പോലും താൻ മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മുന്നിൽ വന്ന് നിന്ന് അവരെ പേടിപ്പിക്കണം. സാധാരണ ഞങ്ങൾ തറവാട്ടുകാര് കർക്കിടവാവിന്റെ അന്ന് വ്രതശുദ്ധിയോടെ കടൽക്കരയിലേക്ക് പോവാറുണ്ട് പിതൃതർപ്പണം നടത്താൻ. അടുത്ത കർക്കിടകാവിന് ഞാൻ അവരെയും കൊണ്ടുപോകും. എന്താണെന്നറിയോ? മരിച്ചുപോയവരുടെ അച്ഛന് ബലിയിടാൻ. നീ എന്തിനാ ഞെട്ടിയത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ആർക്ക് കിട്ടൂടാ ഇതുപോലൊരു ഭാഗ്യം? മാറിക്കേ. ഊർമിളെ, എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടാവായിരുന്നില്ലേ? എങ്കിൽ ഞാനിങ്ങനെ ശ്വാസം കിട്ടാതെ ഓടി തരേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എത്ര പേടിച്ചെന്നറിയോ? എവിടെയാ, ആരോടാ ഒന്ന് ചോദിക്കുക? ഊർമിളെ, താനൊരിത്തിരി ഓവറാവുന്നുണ്ട്. പേടിച്ചിട്ടാ ഊർമിളെ. ഈ സമൂഹത്തെ മൊത്തം പേടിയാ. ആരാ ഏത് രൂപത്തിലാ വിഷം ചുറ്റുന്നതെന്ന് അറിയില്ലല്ലോ. ഊർമിള മൃദുലെ കാണാൻ പള്ളിക്ക തറവാട്ടിൽ പോയിരുന്നല്ലേ? എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഊർമിളെ ഈ മനസ്സ്. എന്നാലും വേണ്ടിയിരുന്നില്ല. ഇപ്പോ ഫലം നിരാശയായില്ലേ? അവരോടൊന്നും ജയിക്കാൻ കഴിയില്ല. അവരുടെ ന്യായീകരണങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒന്നും നമുക്ക് മറുപടി ഉണ്ടാവില്ല. ആ നിലയ്ക്ക് ഉത്തരമില്ലാത്ത കടങ്കഥയായി പോയില്ലേ നമ്മള്? എന്നാലും ആൾക്കാരെന്താ ഇങ്ങനെ കരഞ്ഞു കാലു പിടിച്ചാലും ആർക്കൊന്നും മനസ്സിലാവാത്ത എന്താ? വാ, കേറ് കേറ്.